ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയോ നിങ്ങളോട് പറയുന്നുണ്ട്. അങ്ങ് സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ എന്നെ ഇതൊന്ന് മ്യൂട്ടാക്കി. ഇന്ന് ഇടിയപ്പം നൂൽപുട്ടും കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ അജ്മീൻ്റെ കവറിൽ കുറച്ചും ബാക്കിയുള്ള ഫുഡ് ഗേറ്റിൽ നിന്നും കേട്ടോ എടുക്കുന്നത് കേട്ടോ. എങ്ങാനിത് ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ തലയിൽ വെക്കാമല്ലോ. ഇല്ല കേട്ടോ, ആവില്ല. നമ്മളിതെന്ന് തുടങ്ങിയതായി പരിപാടി. അതുകൊണ്ട് ഇതാ ഞാൻ ആവശ്യത്തിന് പൊടിയൊക്കെ എടുത്ത് അതിനകത്ത് ഉപ്പ് ചേർത്തു. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കില്ല. രണ്ടാമത്തേന് ഈ എന്താ പറയുക, നമ്മുടെ നൂൽപുട്ടിന് എന്തെങ്കിലും ഒരു ടേസ്റ്റ് വേണമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ എണ്ണ ചേർക്കുന്നത്. പിന്നെ ഇതാ ഞാൻ കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട്, വെള്ളം ചൂടല്ല തിളപ്പിച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത്. സാധാരണ ഇങ്ങനെ കേട്ടിട്ടുണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് പൊടി ഇട്ടിട്ടാക്കുക. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം തന്നെ ആക്കി നോക്കിയിട്ട് എനിക്ക് അങ്ങ് സെറ്റായില്ല. പിന്നെ ഇത് തന്നെയാണ് കേട്ടോ എനിക്ക് കറക്റ്റായി കിട്ടൽ. അപ്പോൾ ഇതാ ഞാൻ കുഴച്ച് വെക്കുന്നുണ്ട്. ഞാൻ സ്പൂൺ ഉപയോഗിച്ച് തന്നെ കേട്ടോ കുഴച്ച് തണുക്കാൻ വെക്കും. തണുത്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കുഴയുള്ളൂ. പിന്നെ നമ്മുടെ കൈ പൊള്ളിയിട്ടുണ്ട്, നമ്മൾ തന്നെ സഹിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ചാടിക്കറി അങ്ങനത്തെ സാഹസത്തിനൊന്നും നിൽക്കാറില്ല കേട്ടോ. പിന്നെ കുക്കർ എടുത്തിട്ടൊരു 3 മുട്ട എടുത്തു. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് ബാക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പ് വെച്ചു കേട്ടോ. ഒറ്റ വിസിലടിക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മുട്ട വെന്ത് കിട്ടുവേ. അങ്ങനെ ഇതാ മുട്ടയൊക്കെ വെന്ത് കിട്ടി എന്നെ തണുപ്പിക്കാൻ ഇട്ടു. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ സബോളയും തക്കാളിയൊക്കെ അരിഞ്ഞ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇനി വീണ്ടും ആ കുക്കർ തന്നെ കഴുകിയിട്ട് വീണ്ടും അടുപ്പേക്ക് കയറ്റി. ഇന്ന് കുക്കറിനാണ് ഫുൾ പണി. എന്നിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു, കടുക് വറുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു കേട്ടോ. ഒന്ന് വഴട്ടിയേ. എന്നിട്ട് അതിനകത്തേക്ക് പച്ചമുളക് ഇട്ടു. ഇഞ്ചീൻ്റെ വെളുത്തുള്ളീൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു കുത്തൽ മണം, അതങ്ങ് മാറിയപ്പോഴത്തേനും ഞാൻ പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഇട്ട പാടെ തന്നെ സബോളയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, ഉപ്പിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴട്ടി കൂട്ടിയിട്ട് വലിയ കാര്യമായിട്ട് നമ്മളങ്ങോട്ട് എന്താ പറയുക, അലിഞ്ഞുന്ന രീതിയിൽ അങ്ങ് വഴട്ടി യോജിപ്പിക്കുന്ന അത്രയൊന്നും പരിപാടിയില്ലേ. ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ചേർത്ത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ അതിനകത്തേക്ക് തക്കാളിയും കൂടെ ചേർത്ത് ഇതൊന്നിങ്ങനെ ഉടയുന്ന രീതിയിലേക്ക് നമ്മൾ വഴട്ടുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതാ കെറ്റിൽ തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് ഒഴിച്ചിട്ട് അങ്ങ് ഒന്നും കൂടെ അത് തിളച്ച് വന്നപ്പം നമ്മൾ ഈ അടപ്പ് അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് അടച്ചു. ഇനി ഒരു 3-5 വിസിൽ അവിടെ ഇരുന്ന് അടിച്ചോട്ടെ. ഈ സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എന്താ പറയുക മസാല എല്ലാം ചേർന്ന് നല്ല യോജിച്ച് നല്ല തിക്കായിട്ട് വരും കേട്ടോ. നല്ല ഒരു ചാറൊക്കെ ആയിട്ട് കിട്ടുവേ. നമ്മൾ വഴറ്റിയാൽ ഇത്രയും അങ്ങ് സെറ്റാവില്ല. എനിക്ക് ഇതിന് മുമ്പ് ഞാനിങ്ങനെ എന്താ പറയുക സാധാരണ നോർമലായിട്ട് വഴറ്റിയിട്ട് കറി വെക്കുമ്പോൾ എനിക്ക് നല്ലൊരു മുട്ടക്കറി വെക്കൽ അങ്ങ് ആവലില്ലായിരുന്നു. ഇപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു തന്നേടി ഇങ്ങനെ ആക്കിയാൽ നല്ല രസമാണ്, നല്ലോണം നല്ല തിക്ക് ഗ്രേവിയൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മുട്ടക്കറി ആവലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ മുട്ടക്കറീൻ്റെ വിസിലടിക്കാൻ വേണ്ടി വെച്ചു. ഞാനിതാ മാവ് ബാക്കിയൂടെ കുഴച്ചെടുത്തു കേട്ടോ. കുഴച്ചെടുത്തിട്ട് ഇതിങ്ങനെ നീളത്തിലാക്കിയിട്ട് ഉരുളയാക്കി വെച്ചു. എന്നിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലൊക്കെ എണ്ണ പുരട്ടിയിട്ട് ഇനി നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിങ്ങനെ എണ്ണ പുരട്ടിയിട്ട് വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിടന്ന് ബലം പിടിക്കണമല്ലോ. അപ്പോൾ ഞാനതിങ്ങനെ തേങ്ങയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയൊക്കെ പോയി ഞാൻ ചിരണ്ടി എടുത്തായിരുന്നേ. എന്നിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇടിയപ്പത്തിൻ്റെ പിഴിഞ്ഞില്ലാതെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കുക്കർ ഞാൻ തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. എന്നിട്ട് നല്ല അടിപൊളി കൺസിസ്റ്റൻസി ആയില്ലേ, നല്ല ചാറൊക്കെയാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. അപ്പോൾ മുട്ട രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ വെച്ചു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, അത് ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ. ഞാനത് കുറച്ചേ എടുത്തുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മതി. എനിക്കിങ്ങനെ തേങ്ങാപ്പാൽ ഇടുന്നത് ഇഷ്ടമായതുകൊണ്ട് ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല കേട്ടോ. നല്ല ചാറായത്, നല്ല ഗ്രേവി ആയിട്ട്, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട്, കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പ് അങ്ങ് ചത്തായിരുന്നു. എന്നാലും പിന്നെ ഒരു ടേസ്റ്റ് കിടന്നോട്ട് ഒരു സ്മെല്ലൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ ഉള്ളതങ്ങ് ഇട്ടു കേട്ടോ. നൂൽപുട്ട് എടുത്തതിനെ ആവിക്ക് വെച്ചു. അപ്പോൾ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഒന്ന് മുട്ടക്കറി വെച്ച് നോക്കണേ, അടിപൊളിയായിട്ട് നല്ല സെറ്റ് മുട്ടക്കറി കിട്ടും.